ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അക്ഷരയും സിദ്ധാർത്ഥം പിന്ന് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലോട്ട് ട്രാവൽ ചെയ്യുകയാണ്. പിന്ന് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലോട്ട് ട്രാവൽ ചെയ്യുകയാണ്. പി തൊട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് 72 ആണ്. അക്ഷരയുടെ സ്പീഡ് 8 km/h ആണ്. സിദ്ധാർത്ഥിൻ്റെ സ്പീഡ് 10 km/h ആണ്. അവർ സിദ്ധാർത്ഥാണെങ്കിൽ സ്പീഡ് കൂടുതലുള്ള കൊണ്ട് തന്നെ അവൻ പിന്ന് ക്യൂവിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ 6 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് വരുന്ന പിയിൽ നിന്ന് വരുന്ന അക്ഷരനെ കണ്ടുമുട്ടുവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ഈ PR ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സപ്പോസ് ഈ RQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് D ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥ് സഞ്ചരിക്കുന്ന ടോട്ടലായിട്ട് ട്രാവൽ ചെയ്ത ഈ ദൂരം P തൊട്ട് Q വരെ വന്നു. പിന്നെ ഒരു D ഡിസ്റ്റൻസും കൂടി ട്രാവൽ ചെയ്തു. കറക്റ്റ് അല്ലേ? ഇനി അക്ഷര സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 72 ഡിസ്റ്റൻസ് സഞ്ചരിച്ചില്ല. അതിൽ നിന്ന് D കുറവാണ്. അതായത് P തൊട്ട് R വരെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ പറയുവാണ്, രണ്ടുപേരും ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം സെയിമാണ്. അതായത് നമ്മുടെ അക്ഷരയ്ക്ക് പിയിൽ നിന്ന് 6 വരെ വരാനെടുത്ത സമയവും അതുപോലെ തന്നെ സിദ്ധാർത്ഥിന് പി തൊട്ട് ക്യൂ വരെ പോയി പിന്നെ അവിടെ നിന്ന് 6 വരെ എത്താനുള്ള സമയവും സെയിമാണ്. എടുത്ത സമയം സെയിമാണ്. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. അല്ലെങ്കിൽ ടൈം ഇവിടെ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാന്ന് പറയാം. അതിനർത്ഥം D1/D2 എന്ന് പറയുന്നത് S1/S2 ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. ആദ്യം എഴുതിയിരിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ, രണ്ടാമത് എഴുതിയിരിക്കുന്ന അക്ഷരയുടെ. ഇനി അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 10/8. വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 5/4 അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ കോമ്പണൻ്റോ ഡിവിഡൻറ്റോ ചെയ്യുക. കോമ്പണൻ്റോ ഡിവിഡൻറ്റോ നമ്മൾ ഇതിനു മുമ്പിലുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. കോമ്പണൻ്റോ ഡിവിഡൻറ്റോയിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടി ആഡ് ചെയ്ത് മുകളിൽ എഴുതും. ദെൻ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. അതാണ് ഇവിടെ ഏറ്റവും ബെറ്റർ. അപ്പോൾ 72/D ഈ സൈഡിൽ കിട്ടും. ഇപ്പുറത്താണെങ്കിൽ 5 + 4 9/5 - 1 4 1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, 9 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആണ് എത്രയെന്ന് പറഞ്ഞ് കിടക്കുന്നത്? 72. സോ 1 യൂണിറ്റിന് കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 8. അതായത് D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 8 ആണ്. നമ്മളൊക്കെ ചോദിച്ചിരിക്കുന്നത് എന്താ? P തൊട്ട് R വരെയുള്ള ഡിസ്റ്റൻസ്. ടോട്ടൽ 72 ആണ്. RQ 8 ആണ്. സോ എത്ര വരും? 72 - 8 64 എന്ന് പറഞ്ഞ് വരും.